ഹൈ ദർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് HTML കുറിച്ചിട്ടാണ്. നമ്മുടെ ആദ്യത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് HTML എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ് HTML. ഓക്കെ, സോ ആദ്യം നമുക്ക് HTMLൻ്റെ ഫുൾ ഫോം എന്താണെന്ന് നോക്കിയാലോ. HTMLൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇത് ഒരു ടൈപ്പ് ഓഫ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. മാർക്കപ്പ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഓഫ് ലാംഗ്വേജസ് തന്നെ ഉണ്ട്. ഉദാഹരണത്തിന് XML, XHTML അതുപോലത്തെ കുറച്ച് ലാംഗ്വേജുകൾ കൂടി ചേർന്ന് മാർക്കപ്പ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അതിൻ്റെ അകത്തുള്ള ഒരു ലാംഗ്വേജാണ് ഈ പറയുന്ന ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജസ്. ഓക്കെ, ആക്ച്വലി ഈ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ വാക്ക് ഒരു സിംഗിൾ വേർഡ് അല്ല, ഇത് ആക്ച്വലി 2 ഡിഫറെൻറ്റ് വേർഡ്സ് കൂടി ചേർന്നതാണ്. ഒന്നാമത്തെ കാര്യം ഹൈപ്പർ എന്ന് പറഞ്ഞ വേർഡും അതുപോലെ തന്നെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ മറ്റൊരു വേർഡും. ഓക്കെ, സോ കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് 2 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടെക്സ്റ്റുകളുണ്ട്. ഒന്ന് ഹൈപ്പർ ടെക്സ്റ്റും മറ്റൊന്ന് ലീനിയർ ടെക്സ്റ്റും. ഓക്കെ, ലീനിയർ ടെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് എടുക്കാം. ഓക്കെ, നമ്മൾ പ്രിൻറ്റഡ് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലും കുഴപ്പമില്ല, ഇനി അഥവാ കമ്പ്യൂട്ടറിൽ കിട്ടുന്ന PDF ഫയലാണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, ഈ ഒരു PDF ഫയൽ എടുത്ത് നമുക്ക് അതിൻ്റെ അകത്ത് ജസ്റ്റ് റീഡ് ചെയ്ത് പോകാമെന്നല്ലാതെ നമുക്ക് അതിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് വിക്കിപീഡിയയിലേക്ക് പോയി കഴിഞ്ഞാൽ ചില ടേംസ് മാത്രം ബ്ലൂ ലൈനിൽ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ സാധിക്കും. പക്ഷേ നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിലോ, ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ടേംസ് നമുക്ക് കിട്ടുവാണെങ്കിൽ ആ ഒരു ടേമിൻ്റെ അർത്ഥം ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിയണമെങ്കിൽ നമ്മളൊന്നെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്യണം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സോഴ്സിൽ നിന്ന് നമ്മൾ തന്നെ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ലീനിയർ ടെസ്റ്റിൻ്റെയും ഹൈപ്പർ ടെസ്റ്റിൻ്റെയും വ്യത്യാസം എന്ന് പറയുന്നത് ഹൈപ്പർ ടെസ്റ്റിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും. എങ്ങനെയാണ് ഹൈപ്പർ ടെസ്റ്റിൽ നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കുന്നത്? അത് ഇൻട്രാക്ട് ചെയ്യാൻ അത് പോസിബിൾ ആക്കുന്നത് ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ്. ഹൈപ്പർ ലിങ്ക്സ്. ഇനി എന്താണ് ഈ ഹൈപ്പർ ലിങ്ക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിളിൽ കയറി ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്യുക, എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട നടന്മാരെക്കുറിച്ചോ ഇല്ലെങ്കിൽ ആക്ട്രസ് ആരെക്കുറിച്ച് സെർച്ച് ചെയ്യുക, അതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ചോ ഇനി എന്തെങ്കിലും കുക്കിങ്ങോ എന്തെങ്കിലും കാര്യം സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ബ്ലൂ ലൈനിൽ ഗൂഗിളിൽ എങ്ങനെ സെർച്ച് റിസൾട്ട് വരുന്നതെന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്നതാണ്. ബ്ലൂ ലെറ്ററിൽ എഴുതിയിട്ട് അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു വെബ്സൈറ്റിലേക്ക് പോകും. ഓക്കെ, അതാണ് ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറയുന്നത്. ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് മറ്റൊരു വെബ്സൈറ്റിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു പേജിലേക്ക് പോകാൻ സാധിക്കും. അത് ഹൈപ്പർ ലിങ്ക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഓക്കെ, ഇപ്പോൾ ഗൂഗിളിൽ തന്നെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് വീഡിയോസ് ഉണ്ടായിരിക്കും, ഇമേജസ് ഉണ്ടായിരിക്കും, അതുപോലെ മോർ റിസൾട്ട് വേറെ മാപ്സ് ഉണ്ടായിരിക്കും, അങ്ങനെ ഒരുപാട് റിസൾട്ട് അവൈലബിൾ ആണ്. അതെല്ലാം ഹൈപ്പർ ലിങ്ക്സ് ആണ്. ഓക്കെ, അത് ബട്ടൺസ് അല്ല, ഹൈപ്പർ ലിങ്ക്സ് ആണ്. HTML ഹൈപ്പർ ടെക്സ്റ്റിൻ്റെ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടി വരാനുള്ള കാരണം ഈ ഹൈപ്പർ ലിങ്ക്സ് ഉള്ളതുകൊണ്ടാണ്. നമ്മൾ മറ്റ് ലാംഗ്വേജസ് ഒക്കെ നോക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇങ്ങനെ ഹൈപ്പർ ലിങ്ക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടീസ് ഇല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ XML നോക്കുവാണെങ്കിൽ XMLൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം, പക്ഷേ അതിൻ്റെ അകത്ത് ഡീഫോൾട്ടായിട്ട് അത്രയുള്ള പ്രോപ്പർട്ടി ഇല്ല. ഉദാഹരണത്തിന് നോർമലായിട്ടുള്ള മാർക്കപ്പ് ലാംഗ്വേജുകളൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊരു സോഫ്റ്റ്വെയറോ അതല്ലെങ്കിൽ എന്തൊരു ആപ്ലിക്കേഷനോ അത് ഇല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ ആണെങ്കിലും ശരി, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഫ്രണ്ട് എൻഡ് ഡിസൈൻ ചെയ്യാനായിട്ടാണ് മാർക്കപ്പ് ലാംഗ്വേജസ് ഉപയോഗിക്കാറ്. ഓക്കെ, സോ നമ്മൾ ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ വിഷ്വലി നമുക്ക് കാണാൻ പറ്റുന്ന എല്ലാ തിങ്സും, അതായത് സെർച്ച് ബാർസ് ഉണ്ടായിരിക്കും, ബട്ടൺസ് ഉണ്ടായിരിക്കും, ടെക്സ്റ്റ് ഉണ്ടായിരിക്കും, ഇതെല്ലാം മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, എലിപ്സ് പോലത്തെ കുറേ സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമുക്ക് കുറേ IDs അവൈലബിൾ ആണ്. ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എക്യുപ്മെൻ്റ് ആണ് IDയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സോഫ്റ്റ്വെയർ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുക. ഓക്കെ, സോ അത്തരത്തിലുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് എൻഡ് ഡിസൈനിങ് ചെയ്യുന്നത് XML എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, XMLൻ്റെ ഫുൾ ഫോം വളരെ സിമ്പിളാണ്, എക്സ്റ്റെൻഡഡ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, സോ ഈ എക്സ്റ്റെൻഡഡ് മാർക്കപ്പ് ലാംഗ്വേജസ് നമുക്ക് സ്വന്തമായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. HTML പോലെയല്ല. HTML ആൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലാംഗ്വേജാണ്. എനിക്ക് സ്വന്തമായിട്ടൊരു ടാഗ് ക്രിയേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ഡെവലപ്പേഴ്സിന് സ്വന്തമായിട്ടൊരു ടാഗ് ക്രിയേറ്റ് ചെയ്ത് അത് ഡിഫൈൻ ചെയ്ത് അത് യൂസ് ചെയ്യാൻ HTML പോസിബിൾ അല്ല, പക്ഷേ XML അത് പോസിബിൾ ആണ്. ഓക്കെ, അതാണ് XMLും HTMLും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, സോ XMLനെ കുറിച്ച് നമ്മൾ ഈ ഒരു ലെക്ചറിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ HTMLനെ കുറിച്ച് ഈ ഒരു എൻറ്റയർ കോഴ്സിൽ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ ഒട്ടുമിക്ക എല്ലാ ടാഗ്സുകളെ കുറിച്ചും പഠിക്കുന്നതായിരിക്കും. HTML എന്ന് പറഞ്ഞ ലാംഗ്വേജ് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ലാംഗ്വേജാണ്. കുറച്ച് ടാഗ്സ് മാത്രം ഒന്ന് ജസ്റ്റ് മെമ്മറൈസ് ചെയ്താൽ മതിയായിരിക്കും. മുഴുവൻ മെമ്മറൈസ് ചെയ്യണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ HTML ടാഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ കുറച്ച് ടാഗ്സ് മാത്രമേ നമ്മൾ നോർമൽ വെബ്സൈറ്റൊക്കെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി വളരെ കുറച്ച് അതിനേക്കാളും കുറയ്ക്കാൻ പറ്റും. നമുക്ക് CSS വെച്ച് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ CSS കോഡ് ഒരു ബിഗിനർ എന്ന നിലയ്ക്ക് CSS കോഡ് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് HTML ടാഗ് പരമാവധി നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഇനി നമ്മൾ ഈ മാർക്കപ്പ് ലാംഗ്വേജസിൻ്റെ യൂസസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. മാർക്കപ്പ് ലാംഗ്വേജസിൻ്റെ ആദ്യത്തെ യൂസ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിങ് കണ്ടൻറ്റ്.
എന്തൊരു കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്തുള്ള എല്ലാ കാര്യത്തിനും ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചേഴ്സ് ഉണ്ടായിരിക്കും. ഈ സ്ട്രക്ചേഴ്സ് ഒരു പ്രോപ്പർ സ്ട്രക്ചറിലായിരിക്കും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു വെബ് ബ്രൗസർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എല്ലാ കാര്യത്തിനും ഇതിൻ്റെ UI എന്ന് പറയും. UI എന്ന് പറഞ്ഞാൽ യൂസർ ഇൻ്റർഫേസ്. അതായത് നമ്മൾ ഈ കാണുന്ന എല്ലാ കാര്യങ്ങളും UIയിൽ പെടുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഒരു വിൻഡോസ് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, മാക് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ആൻഡ്രോയിഡോ ലിനക്സ് എന്തൊരു ആപ്ലിക്കേഷനോ ആയിക്കോട്ടെ, നമുക്ക് കാണാൻ പറ്റുന്ന, ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഇതുപോലത്തെ വിൻഡോസ് ഉണ്ടായിരിക്കും. എല്ലാ ആപ്ലിക്കേഷനും ഇതുപോലത്തെ വിൻഡോസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ആൻഡ്രോയിഡിലാണെങ്കിലും വാട്സാപ്പിനും ചാറ്റിനൊരു സ്ക്രീൻ ഉണ്ടായിരിക്കും, അതുപോലെ സ്റ്റാറ്റസിനൊരു സ്ക്രീൻ ഉണ്ടായിരിക്കും. അതെല്ലാം UI എന്ന് പറയുന്നതാണ്. UI എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഇൻ്റർഫേസ്. ഓക്കെ, ഈ യൂസർ ഇൻ്റർഫേസ് എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു XML എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, സോ ഈ XML എന്ന് പറഞ്ഞ ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനവന് ഇഷ്ടമുള്ള, ഇല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്പേഴ്സിന് ഇഷ്ടമുള്ള രീതിയിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ എടുക്കുക. വിഷ്വൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ വിൻഡോസിന് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാം. ഇപ്പോൾ അതിൽ ആൻഡ്രോയിഡ് സപ്പോർട്ടും ഉണ്ട്, അതുപോലെ തന്നെ ലിനക്സ് സപ്പോർട്ടും ഉണ്ട്. എങ്കിലും മേജറായിട്ട് വിൻഡോസ് സോഫ്റ്റ്വെയർസ് ഉണ്ടാക്കാനായിട്ടാണ് വിഷ്വൽ സ്റ്റുഡിയോ ഉപയോഗിക്കാറ്. ഓക്കെ, വിഷ്വൽ സ്റ്റുഡിയോ കോഡല്ല, വിഷ്വൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ഓക്കെ, ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് നമ്മൾ ഫ്രണ്ട് ആൻഡ് ഡിസൈൻ ചെയ്യുന്നത് XML ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എടുത്ത് നോക്കിയാലും എലിപ്സ് എടുത്ത് നോക്കിയാലും ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് ആൻഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് XML എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ബട്ട് ഈ രണ്ട് XML നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ നോക്കിക്കഴിഞ്ഞാൽ രണ്ടിനും പ്രത്യേകിച്ച് കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു റിലേഷൻ ഉണ്ടായിരിക്കില്ല. കാരണം രണ്ടും XML ആണ് ഉപയോഗിക്കുന്നത്, എങ്കിലും ഗൂഗിൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ XML ഡിസൈൻ ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ XML ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു. ഓക്കെ, സോ XMLൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക സ്ട്രക്ചറോ ഫോർമാറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അതിന് ഡെവലപ്പേഴ്സിന് ഇഷ്ടമുള്ള രീതിയിൽ കോഡുകൾ എഴുതാൻ പറ്റും, ടാഗുകൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും, പുതിയ ടാഗുകൾ ഉണ്ടാക്കി അവർക്ക് യൂസേഴ്സിന് കൊടുക്കാൻ പറ്റും. പക്ഷേ HTML അത് പോസിബിൾ അല്ല. HTML ഒട്ടുമിക്ക എല്ലാ ടാഗുകളും ആൾറെഡി ഡിഫൈൻഡ് ആണ്. ആ ടാഗുകളിന് എല്ലാത്തിനും മീനിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ HTML ഒരു ടാഗ് നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അനാവശ്യമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ടാഗ് ഡിഫൈൻ ചെയ്ത് നമുക്ക് അതിൻ്റെ അകത്ത് എഴുതാൻ പറ്റത്തില്ല. അതിന് പ്രത്യേകിച്ച് ഫങ്ഷണാലിറ്റീസ് ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, സോ ആദ്യത്തെ യൂസ് എന്ന് പറയുന്നത് സ്ട്രക്ചറിങ് കണ്ടൻറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ യൂസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അതിന് രണ്ടാമത്തെ യൂസാണ് ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർമാറ്റിംഗ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാ ഒരു ടെക്സ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഒരു പെർട്ടിക്കുലർ ഫോർമാറ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു പോയം എഴുതുക, അതല്ലെങ്കിൽ നമുക്ക് ഒരു സാധാരണ റൈറ്റിംഗ് എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഹെഡിങ് കൊടുക്കണം, ചില കാര്യത്തിൽ നമുക്ക് അണ്ടർലൈൻ ചെയ്യണം, ചിലത് ബോൾഡായിട്ട് എഴുതണം, ഇറ്റാലിക്സ് എഴുതണം. ഇതെല്ലാം ഫോർമാറ്റിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ ഈ ഫോർമാറ്റിംഗ് എല്ലാം ചെയ്യുന്നത് HTML ഇല്ലെങ്കിൽ മാർക്കപ്പ് ലാംഗ്വേജുകൾ ഉപയോഗിച്ചിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു UI ഡിസൈൻ ചെയ്യുന്ന മാർക്കപ്പ് ലാംഗ്വേജാണ്. അപ്പോൾ UIയിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ടെസ്റ്റ് എഴുതുന്ന, നോട്ട് പാഡിൽ എന്ത് ടൈപ്പ് ചെയ്യുന്നതും ഇതെല്ലാം യൂസർ ഇൻ്റർഫേസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് മാർക്കപ്പ് ലാംഗ്വേജസ് ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ തന്നെ ഹൈപ്പർ ലിങ്കിങ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുമ്പം ബ്ലൂ കളറിൽ അണ്ടർലൈൻ ചെയ്ത് വരുന്ന കാര്യങ്ങളെല്ലാം ഹൈപ്പർ ലിങ്ക്സ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു പേജിലേക്ക് പോകാം. ഓക്കെ, ഹൈപ്പർ ലിങ്ക്സിനെ കുറിച്ചൊക്കെ നമ്മൾ ഈ ഡീറ്റെയിൽഡ് എങ്ങനെയാണ് ഹൈപ്പർ ലിങ്ക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്, അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡായിട്ട് വരുന്ന ലെക്ചറിൽ പഠിക്കുന്നതായിരിക്കും. അടുത്തായിട്ട് ഡാറ്റ റെപ്രസെൻറ്റേഷൻ. പല തരത്തിലുള്ള ഡാറ്റാസ് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ടും ഈ പറയുന്ന മാർക്കപ്പ് ലാംഗ്വേജിൽ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, പലതരത്തിലുള്ള ഗ്രാഫ്സ് അവൈലബിൾ ആണ്, ബാർ ചാർട്ടുകൾ അവൈലബിൾ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഡാറ്റ റെപ്രസെൻറ്റേഷനിൽ വരുന്ന കാര്യങ്ങളാണ്. ഡാറ്റ റെപ്രസെൻറ്റേഷനും മാർക്കപ്പ് ലാംഗ്വേജ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വെബ് ഡെവലപ്മെൻറ്റ് ആണ് നമ്മൾ ഈ എൻ്റെ കോഴ്സിൽ പഠിക്കുന്നത്. ഒരു ബ്രൗസറിനെ സംബന്ധിച്ചിടത്തോളം ആ ബ്രൗസറിൻ്റെ ഫ്രണ്ട് എൻഡ് ഡിസൈനിൽ എന്ത് കാര്യം വന്നാലും അതെല്ലാം വെബ്സൈറ്റ് ആയിരിക്കും. ഓക്കെ, അത് HTML, CSS, JavaScript ഈ 3 ലാംഗ്വേജുകൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ബാക്ക് എൻഡിൽ എന്ത് ടെക്നോളജി ഉപയോഗിച്ചാലും, ASP.NET ഉപയോഗിച്ചാലും, പൈത്തൺ ഉപയോഗിച്ചാലും, ഡാങ്കോ ഫ്ലാസ്ക് എന്ത് ടെക്നോളജി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് എൻഡിലേക്ക് വരുമ്പോൾ HTML, CSS, JavaScript. ഓക്കെ, ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വെബ് പേജ്, നിങ്ങൾ ഈ പേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് നമ്മൾ ഗൂഗിൾ ക്രോം എടുക്കുമ്പോൾ തന്നെ വരുന്നൊരു പേജാണ്. ഓക്കെ, ബട്ട് ആക്ച്വലി ഇതൊരു HTML പേജാണ്. ഇപ്പോൾ ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് ഇൻസ്പെക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഒട്ടുമിക്ക എല്ലാ ബ്രൗസറിലും ഉണ്ട്. മൊബൈൽ ബ്രൗസറിലാണെങ്കിൽ കിട്ടത്തില്ല, വിൻഡോസ്, മാക് ഓർ ലിനക്സ്. അതിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഇൻസ്പെക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. ഓക്കെ, സോ ഇൻസ്പെക്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. ഈ ഓപ്പണിൽ നമുക്കിതിൻ്റെ സോഴ്സ് കോഡ് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഞാൻ അത് കുറച്ച് വലുതാക്കി കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സോഴ്സ് കോഡ് കാണിച്ചു തരാം. കണ്ടോ, HTML, ഹെഡ്, ബോഡി, ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു ആരോ കണ്ടോ, ഈ ജസ്റ്റ് ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്തതിൽ ഏതൊരു എലമെൻറ്റിലും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ
ഇതുണ്ടോ div എന്ന് ഒരു ഡിവിഷൻ ടാഗ് ക്രിയേറ്റ് ചെയ്ത് അതിനൊരു ID കൊടുത്തിട്ട് ലോഗോ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ലോഗോയുടെ ഡിവിഷനാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ CSS പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടായിരിക്കും, അതിൻ്റെ HTML ഈ ഒരു PNG ഫയലാണെങ്കിൽ PNG അതുണ്ടായിരിക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരിക്കും. ഇവിടെ നോക്കട്ടെ. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു SVG ഫയൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ. ഓക്കെ, സോ ഇത് ആക്ച്വലി ഒരു SVG ഫയലാണ്. SVG എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ PNG JPEG പോലത്തെ തന്നെ ഒരു ഇമേജിൻ്റെ ഫോർമാറ്റാണ്. ഓക്കെ, വെക്റ്റേഴ്സ് ആയിട്ടാണ് വരുന്നത് കണ്ടോ. ഇതിൻ്റെ സൈസ് നോക്കിക്കഴിഞ്ഞാൽ 1.8 KB ആയിരിക്കും. ഓക്കെ, ഫയൽ സൈസ് എന്ന് പറഞ്ഞാൽ 1.8 KB ആണ്. ഓക്കെ, സോ SVG ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ വെബ് പേജിന് വേണ്ടി വെബ്സൈറ്റുകൾക്ക് വേണ്ടി കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് ലോഡ് ആവാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോർമാറ്റാണ്. നമ്മൾ സാധാരണ ഒരു ഇമേജ് ബ്രൗസറിൻ്റെ നോക്കിയാൽ ഒട്ടുമിക്ക ഇമേജ് ബ്രൗസറും ഈ SVG ഫോർമാറ്റ് സപ്പോർട്ട് ആവത്തില്ല. പക്ഷേ വെബ് ബ്രൗസേഴ്സ് SVG ഫോർമാറ്റ് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, സോ അത് ജസ്റ്റ് നമ്മൾ PNG JPEG പോലത്തെ ഒരു ഇമേജ് ഫോർമാറ്റാണ്. ആ ഇമേജസ് നമുക്ക് വെക്റ്റേഴ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. SVGs ഒക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതും എങ്ങനെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അതിൻ്റെ CSS കോഡ് നമുക്ക് ഇവിടെ സ്റ്റൈൽസ് സെക്ഷനിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് എലമെൻറ്റ്സ് സെക്ഷനാണ്. എലമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ എലമെൻറ്റ്സും കാണിച്ചു തരും. അതുപോലെ തന്നെ ഇവിടെ സ്റ്റൈൽ സെക്ഷൻ ഉണ്ട്. ഈ സ്റ്റൈൽ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ സ്റ്റൈൽസ് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇതുപോലെ ഏതൊരു വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് സ്റ്റൈൽസ് എല്ലാം കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് സൂം ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പല സൈസും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ സൈസ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആൾട്ടർ ചെയ്യാൻ പറ്റും. ഇവിടെ ആൾട്ടർ ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമില്ല. അടുത്ത തവണ ലോഡ് ആകുമ്പോൾ ഇതുപോലെ തന്നെ വരത്തുള്ളൂ, പ്രത്യേകിച്ച് ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. ഓക്കെ, സോ ഇവിടെ മുകളിലേക്ക് ജസ്റ്റ് ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് താഴത്തേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഓരോ HTML എലിമെൻറ്റ് കാണാൻ സാധിക്കും. ആ HTML എലിമെൻ്റ് ആണെന്ന് ഇവിടെ ജസ്റ്റ് ഒരു പോപ്പപ്പ് പോലെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതിൽ പിന്നെയും ക്ലിക്ക് ചെയ്ത് നമ്മൾ എവിടേക്ക് പോയി നോക്കിയാലും എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ ID, അതിൻ്റെ ക്ലാസ് നെയിം, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. ഓക്കെ, ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെർച്ച് ബൈ ഇമേജ്. ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ബൈ ഇമേജ് എന്ന് കാണാൻ സാധിക്കും. ഈ ഒരു ബട്ടൺ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ഒട്ടുമിക്ക എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇത് വോയിസ് സെർച്ചിങ്ങിൻ്റെ കാര്യമാണ്. അപ്പം ഈ ഒരു പേജ് എന്ന് പറയുന്നത് ഒരു HTML പേജാണ്. ആ HTML പേജിൻ്റെ സോഴ്സ് കോഡാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, സോ ഇതുപോലെ എല്ലാ HTML ഈ ഒരു കോഡ് മാത്രമല്ല ഇതിൻ്റെ CSS കോഡ്, അതുപോലെ തന്നെ ഇതിൻ്റെ ജാവാസ്ക്രിപ്റ്റ് കോഡ്, ഇതെല്ലാം കോപ്പി ചെയ്തിട്ടുണ്ട്. ഇവിടെ ജാവാസ്ക്രിപ്റ്റ് കോഡ് നമുക്ക് അവൈലബിൾ ഉണ്ട്. JS എന്ന് എഴുതി വെച്ചിരിക്കുന്നത് ജാവാസ്ക്രിപ്റ്റ് കോഡാണ്. ഇവിടെ .css എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് കാസ്കേഡിംഗ് സ്റ്റൈൽ ഷീറ്റ് അല്ലെങ്കിൽ CSS കോഡാണ്. ഓക്കെ, ഇതുപോലെ ഫയൽ എക്സ്റ്റൻഷനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കോഴ്സിൽ പഠിക്കുന്നതായിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ വരുന്ന ലെക്ചറുകളിൽ കൂടുതലായിട്ട് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫയൽ എക്സ്റ്റൻഷൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതുപോലത്തെ ഫയൽസൊക്കെ ക്രിയേറ്റ് ചെയ്യാനും ലിങ്ക് ചെയ്യാനും ഒക്കെ നമ്മൾ തന്നെ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, ഈ ഫയൽസ് എല്ലാം കോപ്പി ചെയ്തിട്ട് നമ്മൾ വേറൊരു ബ്രൗസറിൽ കൊണ്ട് ചെന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എൻ്റയർ പേജും കിട്ടുന്നതായിരിക്കും. ഗൂഗിളിൽ നിന്നൊക്കെ എഴുതി വെച്ച് വെബ് സ്റ്റോറൊന്നും കൊടുത്തിട്ട് അതുപോലെ ഷോർട്ട് കട്ട്സും ഈ സെർച്ച് ഐക്കണും ഫയർഫോക്സിൽ എടുത്താലും കിട്ടും. അതുപോലെ വേറെ ഏത് ബ്രൗസറിൽ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു പേജ് കിട്ടുന്നതായിരിക്കും. കാരണം ഇതൊരു HTML പേജാണ്. ഓക്കെ, ഇതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു ഓപ്ഷനും കൂടിയുണ്ട്. നമുക്കൊരു എൻ്റയർ പേജിൻ്റെ സോഴ്സ് കോഡ് എടുക്കണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വ്യൂ പേജ് സോഴ്സ് അല്ലെങ്കിൽ Ctrl+U എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വ്യൂ പേജ് സോഴ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജിൻ്റെ സോഴ്സ് കോഡ് നമുക്കിവിടെ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് സോഴ്സ് കോഡുകൾ മാത്രമേ കാണിക്കത്തുള്ളൂ. കാരണം ഇതിൻ്റെ അകത്ത് കൂടുതലും ചെയ്തിരിക്കുന്ന ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഉപയോഗിച്ചിട്ടും. അതുപോലെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു iframe യൂസ് ചെയ്തിട്ടുണ്ട്. iframe എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെബ് പേജിൻ്റെ അകത്ത് മറ്റൊരു വെബ് പേജ് ലോഡ് ചെയ്യാനായിട്ടാണ് iframe ഉപയോഗിക്കുന്നത്. നമ്മൾ iframe കുറിച്ചും പഠിക്കുന്നതായിരിക്കും. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള കാരണം ഇത് വളരെ ചെറിയ ഒരു കോഡായിട്ട് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബാക്കിയുള്ള എല്ലാ കോഡുകളും ഇവിടെ ജാവാസ്ക്രിപ്റ്റ് ഫയലിലാണ് ഇരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ജാവാസ്ക്രിപ്റ്റ് ഫയൽ കാണാൻ സാധിക്കും. ഓക്കെ, നമ്മളിങ്ങനെ ജാവാസ്ക്രിപ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവത്തില്ല. കാരണം ഇത് ബ്യൂട്ടിഫൈഡ് ആയിട്ടുള്ള ജാവാസ്ക്രിപ്റ്റ് അല്ല, മിനിമൈസ് ചെയ്ത് കംപ്രസ് ചെയ്തിട്ടുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലാണ്. ഇത് ബ്യൂട്ടിഫിക്കേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആക്ച്വൽ ഒരു കോഡ് നമുക്ക് റീഡബിൾ ആയിട്ടുള്ളൊരു കോഡ് കാണിക്കും. ഓക്കെ, എനിവേ നമ്മൾ ഈ ഒരു സെക്ഷനിലേക്ക് കടക്കുന്നില്ല. ബാക്കിയുള്ള ഈ പേജിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടി ചെയ്തിരിക്കുന്നത് ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫയലിലാണ്. നമുക്ക് ഇനി ജാവാസ്ക്രിപ്റ്റ് ഫയൽ ഉപയോഗിച്ചിട്ടും വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഈവൻ വളരെ കുറച്ച് HTML കോഡുകളും മാത്രം ഉപയോഗിച്ചിട്ട്. ഓക്കെ, ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എത്ര ടാഗ് യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹെഡ് എന്ന് പറഞ്ഞൊരു ടാഗുണ്ട്. വളരെ കുറച്ച് ടാഗ് മാത്രമേ ഉള്ളൂ. ഇവിടെ സ്ക്രോളൊന്നും ചെയ്യാൻ നമുക്കില്ല. ഓക്കെ, സോ ഇതുപോലെ നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ബിഗിനർ ആയതുകൊണ്ട് പരമാവധി ടാഗുകൾ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവാസ്ക്രിപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചും കൂടി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ, നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ എല്ലാവരും ബിഗിനേഴ്സിൽ ഇങ്ങനെ ബിഗിനിങ് സ്റ്റേജിൽ എല്ലാവരും ഇതുപോലൊക്കെ തന്നെയാണ്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ പഠിക്കാൻ സാധിക്കും. ഓക്കെ, സോ അത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഓക്കെ,
സോ ഇനി നമുക്ക് അടുത്ത ഫീച്ചറിലേക്ക് പോകാം. അതായത് അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റേഷൻ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ഞാനൊരു പുതിയതായിട്ട് സോഫ്റ്റ്വെയർ ഉണ്ടാക്കി. ഈ സോഫ്റ്റ്വെയർ ഞാൻ പബ്ലിക്കലി എല്ലാവർക്കും അവൈലബിൾ ആയിട്ട് ഞാനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, സോ ആദ്യമായിട്ട് ഒരാളൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യണം. ഓക്കെ, ആദ്യമായിട്ട് ഫസ്റ്റ് യൂസർ ഡൗൺലോഡ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ആ സോഫ്റ്റ്വെയർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ടൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, അത് ആദ്യത്തെ യൂസർ ആയതുകൊണ്ട് തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അതിനെക്കുറിച്ച് കാര്യങ്ങളൊന്നും തന്നെ കിട്ടുന്നില്ല. ഇപ്പം നമ്മൾ അഡോബിൻ്റെ ഫോട്ടോഷോപ്പ് നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ് അല്ലേ. അതുപോലെ തന്നെ ആഫ്റ്റർ എഫക്ട്സ് അല്ലെങ്കിൽ പ്രീമിയർ പ്രോ എന്ത് സോഫ്റ്റ്വെയറിനെ കുറിച്ച് നമുക്ക് പഠിക്കണമെങ്കിലും യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും അല്ലേ. പക്ഷേ പുതിയൊരു സോഫ്റ്റ്വെയർ വരുമ്പം അത് ഫ്രഷ് ആയിട്ടൊരു യൂസറെ ഡൗൺലോഡ് ചെയ്യുമ്പം ആ യൂസേഴ്സിന് മനസ്സിലാകാനുള്ള രീതിയിലാണ് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു കാര്യം എല്ലാ സോഫ്റ്റ്വെയറിൻ്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട്. ഡോക്യുമെൻറ്റേഷനിൽ എന്താണോ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ വാറണ്ടി, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഡോക്യുമെൻറ്റേഷനിൽ വരാറ്. സാധാരണ ആരും ഇതൊന്നും എടുക്കാറുമില്ല, വായിച്ച് നോക്കാറില്ല. ഡയറക്റ്റായിട്ട് യൂട്യൂബിലൂടെ സെർച്ച് ചെയ്യും. അറിയില്ലെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ വായിച്ചിട്ടാണ് ഒട്ടുമിക്ക സോഫ്റ്റ്വെയറും എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിക്കുക. അത് വായിച്ചെങ്കിൽ മാത്രമേ അതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ഡയറക്റ്റായിട്ട് യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കുറച്ച് വീഡിയോ രൂപത്തിലുള്ളതുകൊണ്ട് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ഡോക്യുമെൻറ്റേഷൻ ആണ് ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് പഠിക്കാനുള്ള റിസോഴ്സ് എന്ന് പറയുന്നത്. നമ്മളതുപോലെ തന്നെ എന്തൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിനെല്ലാത്തിനും ഡോക്യുമെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. HTML-നുണ്ട്, CSS-നുണ്ട്, ജാവാസ്ക്രിപ്റ്റിനുണ്ട്, എല്ലാ ലാംഗ്വേജസിനും ഡോക്യുമെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗിനർ ആയിരിക്കുന്ന ഒരാൾക്ക് ഇത് വായിച്ച് മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റത്തില്ല. ഓക്കെ, സോ അതുകൊണ്ടാണ് ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എല്ലാ ലാംഗ്വേജസും ഉണ്ട്. ഇപ്പോൾ മെഷീൻ ലേണിംഗിലും കാൽക്കുലേഷൻ്റെ ഒക്കെ ഒരു തിയറി ബുക്ക് നമ്മുടെ ക്ലാസ്സിൽ പോയിട്ട് ടീച്ചേഴ്സ് ബുക്ക് മാത്രം തന്നിട്ട് പോകുകയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. ബുക്ക് മാത്രം വായിച്ച് പഠിക്കണമെങ്കിൽ പിന്നെ അവിടെ ടീച്ചേഴ്സിൻ്റെ ആവശ്യമില്ല. ഓക്കെ, സോ അതുപോലെയാണ് ഈ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഫുൾ റിട്ടേൺ കണ്ടൻ്റ് ആയിരിക്കും. ചില ആളുകൾ വീഡിയോസ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അപ്പം ആ റിട്ടേൺ കണ്ടൻ്റ് എല്ലാം യൂസറിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ടും മാർക്കപ്പ് ലാംഗ്വേജസ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, സോ മാർക്കപ്പ് ലാംഗ്വേജസിൻ്റെ ഫീച്ചേഴ്സാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇനി ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മാർക്കപ്പ് ലാംഗ്വേജസ് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യത്തേത് HTML എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ച മാർക്കപ്പ് ലാംഗ്വേജാണ്. നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നതും ഈ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വരുന്ന ലെക്ചറിൽ പഠിക്കും. മെയിനായിട്ട് ഹൈപ്പർ ടെക്സ്റ്റ് ലാംഗ്വേജ് മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ആൻഡ് ഡിസൈനിങ്, അതുപോലെ എൻറ്റയർ വേൾഡ് വൈഡ് വെബ്, അതായത് വെബ്സൈറ്റിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾക്കും ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജാണ് ഉപയോഗിക്കാറ്. ഓക്കെ, HTML ഇല്ലാതെ മാർക്കപ്പ് ലാംഗ്വേജ് പറ്റത്തില്ല. നമ്മളിപ്പോൾ ഏതൊരു വെബ്സൈറ്റ് എടുത്ത് നോക്കിയാലും അതിൻ്റെ അകത്ത് HTML ഉണ്ടായിരിക്കും. ഈവൻ ജാവാസ്ക്രിപ്റ്റിലാണ് കോഡ് ചെയ്തിരിക്കുന്നതെങ്കിലും ടാഗ്സ് എന്ന് പറയുന്നത് ഫ്രണ്ട് എൻഡിലേക്ക് വരുമ്പം അത് ആക്ച്വലി HTML ആയിട്ടാണ് വരാറ്. അത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്തത് എങ്ങനെ നമ്മൾ പഠിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാവും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്കുള്ളത് XML ആണ്. XML എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, എക്സ്റ്റെൻസിബിൾ മാർക്കപ്പ് ലാംഗ്വേജിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് ടാഗ് ഡിഫൈൻ ചെയ്യാം. എനിക്ക് സ്വന്തമായിട്ടൊരു ഇപ്പം HTML എന്ന് പറഞ്ഞൊരു ടാഗ് HTML-ൻ്റെ അകത്തുണ്ട്, അല്ലെങ്കിൽ മാർക്കപ്പ്, അതുപോലെ തന്നെ ഹെഡ് എന്ന് പറഞ്ഞൊരു ടാഗുണ്ട്, ഒരുപാട് ടാഗ്സ് ഉണ്ട്. ഓക്കെ, പക്ഷേ എനിക്കിപ്പോൾ മാസ്റ്റർ ജി എന്ന് പറഞ്ഞൊരു ടാഗ് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ HTML പോസിബിൾ അല്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അതിനൊരു യൂണിവേഴ്സൽ റൂളുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബ്രൗസറും, ഇപ്പോൾ ഞാനൊരു ടാഗ് ഉണ്ടാക്കി എൻ്റെ കമ്പ്യൂട്ടറിൽ എൻ്റെ ബ്രൗസറിൽ മാത്രം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു യൂസും ഉണ്ടാവില്ല. ഓക്കെ, എല്ലാ ബ്രൗസറിലും സപ്പോർട്ട് ആവണം. ഓക്കെ, സോ HTML നമ്മൾ പല ബ്രൗസേഴ്സ് അവൈലബിൾ, ക്രോമിൻ്റെ ഉണ്ട്, അതുപോലെ ഫയർഫോക്സ് ബ്രൗസേഴ്സ് ഉണ്ട്, പിന്നെ ബ്രേവ് ബ്രൗസേഴ്സ് ഉണ്ട്, ഇഷ്ടംപോലെ ബ്രൗസേഴ്സ് അവൈലബിൾ ആണ്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്. ഇതിലെല്ലാത്തിനും സപ്പോർട്ട് ആകണം. അതാണ് പ്രശ്നം. നമുക്ക് ടാഗ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ടാഗ് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്കിവിടെ വെച്ചിട്ട് എനിക്ക് മാത്രം യൂസ് ചെയ്യാൻ പറ്റും, വേറെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, കാരണം മറ്റ് ബ്രൗസറിൽ അത്രയും ടാഗുകൾ സപ്പോർട്ട് ആവത്തില്ല. ബട്ട് XML-നെ സംബന്ധിച്ചിടത്തോളം ആ ടാഗിനെ എങ്ങനെ പ്രോസസ്സ് ചെയ്യണമെന്നുള്ളൊരു കാര്യം കൂടെ അതിൻ്റെ ഒപ്പം സെൻഡ് ചെയ്യും. അതുകൊണ്ട് XML സപ്പോർട്ടാകും. എവിടെ എടുത്തു കഴിഞ്ഞാലും XML സപ്പോർട്ടാകും. കാരണം ആ ഒരു ടാഗിൻ്റെ എൻറ്റയർ ഡീറ്റെയിൽസും അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി HTML എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് ഉണ്ട്. ഇതെന്തിനാണ് XML-ൻ്റെയും HTML-ൻ്റെയും കൂടെ കോമ്പിനേഷനാണ്. XHTML എവിടെയാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ബ്ലോഗ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഞാനൊരു പുതിയ ബ്ലോഗ് തുടങ്ങുവാണ്. അതിൻ്റെ തീംസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മളതിൻ്റെ തീമിങ് എവിടെയാണ്, അതിൻ്റെ തീമിങ്, അതിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളെല്ലാം എവിടെയാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ തീംസ് എന്ന് പറഞ്ഞൊരു സെക്ഷനുണ്ട്.
ആ സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കൂടിയിരിക്കുന്ന HTML എന്ന് പറഞ്ഞൊരു ലാംഗ്വേജാണ്. ഓക്കെ, ഇതിൻ്റെ ഫുൾ ഫോമാണ് എക്സ്റ്റെൻസിബിൾ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഓക്കെ, ഇവിടെ ഈ എക്സ് എന്ന് പറഞ്ഞത് മാത്രം ക്യാപിറ്റൽ ലെറ്ററാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, കാരണം ഇവിടെ എക്സ് എന്ന് പറഞ്ഞാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ എക്സ് എന്ന് പറഞ്ഞ സാധനം ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അടുത്ത മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ SGML. അതൊരു സ്റ്റാൻഡേർഡ് ജനറലൈസ്ഡ് മാർക്കപ്പ് ലാംഗ്വേജാണ്. ഇപ്പോൾ പോപ്പുലാരിറ്റി വരുന്നതേ ഉള്ളൂ. അധികം ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല, എങ്കിലും വളരെ റെയറായിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു ലാംഗ്വേജാണ് സ്റ്റാൻഡേർഡൈസ്ഡ് ജനറലൈസ്ഡ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് ഈ മാർക്കപ്പ് ലാംഗ്വേജസിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ ഉള്ളൂ. ഇനിയും ഒരുപാട് മാർക്കപ്പ് ലാംഗ്വേജസ് അവൈലബിൾ ആണ്. ഒത്തിരി മാർക്കപ്പ് ലാംഗ്വേജസ് ഉണ്ട്. ഇപ്പോൾ ലാക്ടെക്സ് എന്ന് പറഞ്ഞ മാർക്കപ്പ് ലാംഗ്വേജസ് ഉണ്ട്. നമ്മൾ മാത്തമാറ്റിക്കൽ ഫോർമുലാസ് ഒക്കെ എഴുതുമ്പം A² + B², ഹോൾ റൂട്ട് X², ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ ലാക്ടെക്സ് ആണ് ഉപയോഗിക്കാറ്. ഓക്കെ, അപ്പം ഈ ലാംഗ്വേജസ് എല്ലാം നമ്മൾ വരുന്ന ലെക്ചറിൽ പഠിക്കുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് അടക്കം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിന് നിങ്ങൾ നോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊന്നും അധികം ഇൻ്റർവ്യൂസിലൊന്നും ചോദിക്കാറില്ല. ഓക്കെ, സോ അടുത്ത ലെക്ചറിൽ മുതൽ നിങ്ങൾ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ തന്നിട്ടുണ്ടായിരിക്കും. അത് ജസ്റ്റ് നോട്ടീസ് ചെയ്യുക, അതോടൊപ്പം തന്നെ പഠിക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ്സ് ഫോർ ദിസ് സെക്ഷൻ. സീ യു അഗൈൻ ഇൻ കമിങ് ലെക്ചേഴ്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.